പുറപ്പാട് അധ്യായം 21. അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ. നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ്. ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ 6 വർഷം സേവിച്ചു കൊള്ളട്ടെ. 7-ാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം. അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ. ഭാര്യയോട് കൂടെയെങ്കിൽ അവളും കൂടെ പോകട്ടെ. യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും. ആകയാൽ അവൻ തനിയെ പോകണം. എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കതകിന്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് തോലുളി കൊണ്ട് തുളയ്ക്കണം. അവൻ എന്നേക്കും അവന്റെ അടിമയായിരിക്കും. ഒരുവൻ തന്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല. എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം. അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവൻ അവകാശമുണ്ടായിരിക്കില്ല. അവൻ അവളെ തന്റെ പുത്രന് ഭാര്യയെ നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം. അവൻ മറ്റൊരുവളെ ഭാര്യയെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത്. ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം. ദേഹോപദ്രവത്തിന് ശിക്ഷ. മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം. എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവന്റെ കയ്യാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവന് ഓടിയൊളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. ഒരുവൻ തന്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എന്റെ ബലിപീഠത്തിങ്കൽ നിന്ന് പോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം. പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം. മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തന്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം. പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാകുകയും ചെയ്തെന്നിരിക്കട്ടെ. പിന്നീട് അവൻ എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല. എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖമാകുന്നതുവരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം. ഒരുവൻ തന്റെ ദാസനെയോ ദാസിയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ് മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അടികൊണ്ടയാൾ 1-2 ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത്. കാരണം അടിമ അവന്റെ സ്വത്താണ്. ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഗർഭിണിക്ക് ദേഹോപദ്രവമേൽക്കുകയാൽ ഗർഭചിത്രത്തിനിടയാകുകയും അതിനാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം. എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, പ്രഹരത്തിന് പകരം പ്രഹരം. ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണടിച്ചു പൊട്ടിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ലടിച്ചു പറിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത്. കാളയുടെ ഉടമസ്ഥൻ നിരപരാധിയായിരിക്കും. എന്നാൽ കാള പതിവായി ആളുകളെ കുത്തിമുറിവേൽപ്പിക്കുകയും അതിന്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചിട്ടും അവൻ അതിനെ കെട്ടിയിടാകിയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതിന്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം. മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം. കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തിമുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ്. ദാസനെയോ ദാസിയെയോ കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ 30 ഷെക്കേൽ വെള്ളി കൊടുക്കണം. കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം. ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതിയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം. എന്നാൽ ചത്ത മൃഗം അവനുള്ളതായിരിക്കും. ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവൻ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം. ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം. എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം. ചത്ത കാള അവനുള്ളതായിരിക്കും. പുറപ്പാട് അധ്യായം 22. നഷ്ടപരിഹാരം. ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം 5 കാളകളെയും ഒരാടിന് പകരം 4 ആടിനെയും കൊടുക്കണം.
ഭവനഭേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റ് മരിച്ചാൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല. എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണിത് സംഭവിക്കുന്നെങ്കിൽ അവന്റെ രക്തത്തിന് പരിഹാരം ചെയ്യണം. മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം. അവന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം. മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവന്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം. ഒരുവൻ മറ്റൊരുവന്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്നുകാലികളെ മേയ്ക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവന്റെ വയൽ മേയ്ക്കാനിടയാക്കുകയോ ചെയ്താൽ അവൻ തന്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം. മുൾപടർപ്പിന് തീ പടർന്നു പിടിച്ചിട്ട് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ച് ആൾ നഷ്ടപരിഹാരം ചെയ്യണം. അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം. കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരന്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിനു മുമ്പിൽ സത്യം ചെയ്യണം. കാള, കഴുത, ആട്, വസ്ത്രം, നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാകുകയും ഇതെന്റേതാണെന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ. കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്ന ആൾ തന്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം. ഒരുവൻ അയൽക്കാരന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷികളില്ലാതിരിക്കുകയും ചെയ്താൽ അയൽക്കാരൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരപരാധത തെളിയിക്കണം. ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം. മുതൽ തിരിച്ചു കൊടുക്കാൻ അവരിന് കടമയുണ്ടായിരിക്കില്ല. എന്നാൽ അത് തന്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം. വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ. കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല. ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം. എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട. അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലി കൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും. വിവിധ നിയമങ്ങൾ. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം. അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം. മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത്. മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം. കർത്താവിന് മാത്രമല്ലാതെ മറ്റു ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം. നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത്. നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ചു കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എന്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരുമായി തീരും. നിന്നോടൊന്നിച്ചു വസിക്കുന്ന നിന്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അയൽക്കാരന്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമനത്തിനു മുമ്പ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതുപ്പ്. തന്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാനത് കേൾക്കും. ഞാൻ കരുണയുള്ളവനാണ്. നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത്. നിന്റെ മെതിക്കളത്തിലെയും ചക്കുകളിലെയും ഫലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് നൽകണം. നിന്റെ കാളുകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. അവയുടെ കടിഞ്ഞൂൽ 7 ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ. 8-ാം ദിവസം നീ അതിനെ എനിക്ക് തരണം. നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധജനമായിരിക്കണം. വന്യമൃഗങ്ങൾ കടിച്ചു കയറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്. അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കണം. പുറപ്പാട് അധ്യായം 23. തുല്യമായ നീതി. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. ശത്രുവിന്റെ കാളയെയോ കഴുതിയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്. അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിഷേധിക്കരുത്. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത്. ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. കൈക്കൂലി വാങ്ങരുത്. അത് വിജ്ഞനെ അന്ധനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത്. ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ. സാബത്ത് വർഷം നീ നിന്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കണം. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാകരുത്. 3 മഹോത്സവങ്ങൾ എന്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. എന്റെ മുൻപിൽ വെറും കൈയോടെ വരരുത്. വയലിൽ നിന്ന് ആദ്യഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ, പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിന്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത്. ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും അരുത്. വയലിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. വാഗ്ദാനങ്ങൾ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എന്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസിയർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാ സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. അവരിൽ സംഭ്രമം ജനിപ്പിക്കും. നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും. എന്നാൽ 1 വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമിയിൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും. തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തണം. അവരോട് അവരുടെ ദേവന്മാരോട് നീ ഉടമ്പടി ചെയ്യരുത്. അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും. പുറപ്പാട് അധ്യായം 24. ഉടമ്പടി ഉറപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നീയും അഹറോനും നാദാബും അബീഹുവും ഇസ്രായേലിലെ 70 ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിന്റെ അടുക്കിലേക്ക് കയറി വരുവിൻ. നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, മറ്റുള്ളവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറി വരികയും അരുത്. മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു. കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്.
അനന്തരം മോശയും അഹ്റോനും നാദാബും അബീഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീൽ കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു. അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. മോശ സീനായി മലയിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ ജോഷിയോടുകൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹ്റോനും ഹൂറും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേല്യർക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. പുറപ്പാട് അധ്യായം 25. കൂടാര നിർമ്മാണത്തിന് കാണിക്ക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എനിക്കൊരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക. സ്വമനസ്സ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക. അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാട്ടിൻ രോമം, ഊറക്കിട്ട മുട്ടാടിൻ തോല്, നിലക്കരടിത്തോല്, കരിവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ, എഫോദും ഉരസ്ത്രാണവും, അലങ്കരിക്കാനുള്ള ഗോമേതക, വൈഡൂര്യ രത്നങ്ങൾ. ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. സാക്ഷ്യപേടകം. കരിവേല മരം കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിയണം. അതിനു മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരരികുപാളി ഉറപ്പിക്കണം. 4 സ്വർണവളയങ്ങളുണ്ടാക്കി പേടകത്തിന്റെ ചുവട്ടിലെ 4 മൂലകളിൽ ഘടിപ്പിക്കണം. 2 ഒരു വശത്തും 2 മറുവശത്തുമായിരിക്കണം. കരിവേല മരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം. പേടകം വഹിച്ചു കൊണ്ടുപോകാൻ പാർശ്വവളയങ്ങളിലൂടെ തണ്ടുകൾ ഇടണം. തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവയിൽ നിന്നെടുത്ത് മാറ്റരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അതിനോട് ഒന്നായി ചേർന്നിരിക്കത്തക്ക വേണം കെരൂബുകളെ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെരൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം. കെരൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശ. കരിവേല മരം കൊണ്ട് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുള്ള ഒരു മേശ ഉണ്ടാക്കണം. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും സ്വർണം കൊണ്ട് തന്നെ അതിന് അരികുപാളി പിടിപ്പിക്കുകയും വേണം. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിലുള്ള ഒരു ചട്ടം ഉണ്ടാക്കുകയും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കുകയും വേണം. സ്വർണം കൊണ്ടുള്ള 4 വളയങ്ങൾ ഉണ്ടാക്കി മേശയുടെ 4 മൂലകളിലുള്ള 4 കാലുകളിൽ ഘടിപ്പിക്കുക. വളയങ്ങളിലൂടെ തണ്ടുകളിട്ട് മേശ ചുമന്നുകൊണ്ടു പോകത്തക്ക വിധം വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. മേശ ചുമന്നുകൊണ്ടു പോകാനായി കരിവേലക മരം കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. താലങ്ങളും തളികകളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും തനി സ്വർണം കൊണ്ടുണ്ടാക്കണം. തിരുസാന്നിധ്യത്തിന്റെ അപ്പം എപ്പോഴും എന്റെ മുൻപാകെ മേശപ്പുറത്ത് വച്ചിരിക്കണം. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് ഒരു വിളക്കുകാൽ ഉണ്ടാക്കണം. അതിന്റെ ചുവടും തണ്ടും ചഷകങ്ങളും മൂളങ്ങളും പുഷ്പങ്ങളും ഒരേ സ്വർണത്തകിടിൽ തീർത്തതായിരിക്കണം. ഒരു വശത്തു നിന്ന് 3 മറുവശത്തു നിന്ന് 3 എന്ന കണക്കിൽ വിളക്കുകാലിന്റെ ഇരുവശത്തുമായി 6 ശാഖകൾ ഉണ്ടായിരിക്കണം.
ഓരോ ശാഖയിലും ബദാംപൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയ 3 ചഷകങ്ങളുണ്ടായിരിക്കണം. വിളക്ക് തണ്ടിന്മേൽ ബദാംപൂവിന്റെ ആകൃതിയിൽ മുകുളങ്ങളും പുഷ്പദളങ്ങളും ചേർന്ന 4 ചഷകങ്ങൾ ഉണ്ടായിരിക്കണം. വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന 6 ശാഖകളിൽ ഓരോ ജോഡിയുടെയും അടിയിൽ ഓരോ മുകുളം എന്ന കണക്കിൽ 3 മുകുളങ്ങൾ ഉണ്ടായിരിക്കണം. അടിച്ചു പരത്തിയ തനി സ്വർണത്തിന്റെ ഒരേ തകിടിലായിരിക്കണം മുകുളങ്ങളും ശാഖകളുമെല്ലാം നിർമ്മിക്കുന്നത്. വിളക്ക് തണ്ടിന്മേലും അതിന്റെ ശാഖകളിന്മേലും വയ്ക്കാൻ വേണ്ടി 7 വിളക്കുകൾ ഉണ്ടാക്കണം. അവ വിളക്ക് കാലിന് മുൻപിൽ പ്രകാശം വീശത്തക്ക വിധം സ്ഥാപിക്കണം. തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടകങ്ങളും തനി സ്വർണം കൊണ്ടുള്ളവയായിരിക്കണം. വിളക്ക് കാലും ഉപകരണങ്ങളുമെല്ലാം കൂടി 1 താലന്ത് തനി സ്വർണം കൊണ്ട് വേണം നിർമ്മിക്കാൻ. മലയിൽ വെച്ച് നിന്നെ ഞാൻ കാണിച്ച മാതൃകയിൽ ഇവയെല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. പുറപ്പാട് അധ്യായം 26. സാക്ഷ്യകൂടാരം. 10 വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ. കെരൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കണം. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം. അതേപോലെ മറ്റ് 5 വിരികളും. ആദ്യഗണം വിരികളിൽ ഒടുവിലത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടായിരിക്കണം. 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിലും 50 വളയങ്ങൾ ഉണ്ടായിരിക്കണം. വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം. സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കണം. ഇരുഗണം വിരികളിലും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും. കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ടുള്ള 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്കും 30 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ടായിരിക്കണം. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും 6 വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക. 6-ാമത്തെ വിരി കൂടാരത്തിന്റെ മുകൾ ഭാഗത്ത് മടക്കിയിടുക. 1-ാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കുക. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുകൾ ഉണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക. അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിന്റെ പിന്നിൽ തൂക്കിയിടണം. മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളിലും മറയ്ക്കാനായി തൂക്കിയിടണം. ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടിയുണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ടുള്ള വേറൊരു ആവരണവും ഉണ്ടാക്കണം. കരിവേല മരത്തിന്റെ പലകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും നീളം 10 മുഴവും വീതി 1.5 മുഴവുമായിരിക്കണം. പലകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകളിലും 2 കുടുമകൾ വീതം വേണം. എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. കൂടാരത്തിന് ചട്ടപ്പലകൾ ഉണ്ടാക്കണം. തെക്ക് വശത്ത് 20 പലകകൾ. 20 പലകളുടെ അടിയിലായി വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും അടിയിലുള്ള 2 കുടുമകൾക്ക് 2 പാദകുടങ്ങൾ വീതം. കൂടാരത്തിന്റെ 2-ാം വശമായ വടക്ക് വശത്തേക്കായി 20 പലകൾ നിർമ്മിക്കണം. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി 6 പലകകൾ നിർമ്മിക്കണം. കൂടാരത്തിന്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകൾ ഉണ്ടാകണം. അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം. മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം. 2 പലകകൾക്കും ഇപ്രകാരം തന്നെ. അവ 2 മൂലപ്പലകകളായിരിക്കും. അങ്ങനെ 8 പലകകളും ഓരോ പലകയുടെയും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കരിവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിന്റെ ആദ്യവശത്തെ പലകൾക്ക് 5 അഴികൾ വേണം. കൂടാരത്തിന്റെ 2-ാമത്തെ വശത്തുള്ള പലകൾക്ക് 5 അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകൾക്ക് 5 അഴികളും ഉണ്ടാക്കണം. നടുവിലെ അഴി പലകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം. പലകൾ സ്വർണം കൊണ്ട് പൊതിയണം. അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ടുള്ള വളയങ്ങൾ നിർമ്മിക്കണം. അഴികളും സ്വർണം കൊണ്ട് പൊതിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത്. പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം. കരിവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ 4 തൂണുകളിൽ അത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം. തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം.
ഈ തിരശീല വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും. ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശീലയ്ക്ക് വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിന്റെ തെക്ക് വശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം. മേശ കൂടാരത്തിന്റെ വടക്ക് വശത്തായിരിക്കണം. നേർമയിൽ നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനികയുണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നതിന് കരിവേല മരം കൊണ്ട് 5 തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണത്തിൽ പൊതിയണം. അവയ്ക്ക് സ്വർണ്ണ കൊളുത്തുകളും ഓടുകൊണ്ടുള്ള 5 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. പുറപ്പാട് അധ്യായം 27. ബലിപീഠം. കരിവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 5 മുഴം, ഉയരം 3 മുഴം. ബലിപീഠത്തിന്റെ 4 മൂലകളിലും അതോട് ഒന്നായി ചേർന്ന് നിൽക്കുന്ന 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ചാരപാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിങ്കിൽ ആവശ്യമുള്ള ഉപകരണങ്ങളെല്ലാം ഓടുകൊണ്ട് നിർമ്മിക്കണം. ബലിപീഠത്തിന് വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാക്കണം. അതിന്റെ 4 മൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിന്റെ മുകളിലത്തെ അരികുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം. അത് ബലിപീഠത്തിന്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കണം. കരിവേല മരം കൊണ്ട് ബലിപീഠത്തിന് തണ്ടുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിയണം. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകാനായി അതിന്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ച് അവയിലൂടെ തണ്ടുകളിടണം. പലകകൾ കൊണ്ട് അകം പൊള്ളയായി ബലിപീഠം പണിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്നതുപോലെയാണ് പണിയേണ്ടത്. കൂടാരാങ്കണം. കൂടാരത്തിന് ഒരു അങ്കണം ഉണ്ടാക്കണം. അങ്കണത്തിന്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് 100 മുഴം നീളത്തിൽ ഒരു മറയുണ്ടാക്കിയിരിക്കണം. അതിന് 20 തൂണുകൾ വേണം. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. അപ്രകാരം തന്നെ വടക്ക് ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്ക് 20 ഓട്ട് പാദകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിന്റെ വീതിക്കൊത്ത് 50 മുഴം നീളമുള്ള മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്ക് ഭാഗത്തെ മുറ്റത്തിന്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിന്റെ ഒരു വശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കവാടത്തിന്റെ മറുവശത്തും 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും വേണം. അങ്കണ കവാടത്തിന് 20 മുഴം നീളമുള്ള ഒരു യവനിക ഉണ്ടായിരിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്ര തയ്യൽ കൊണ്ട് അലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക നിർമ്മിക്കേണ്ടത്. അതിന് 4 തൂണുകളും അവയ്ക്ക് 4 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന് ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിന്റെ നീളം 100 മുഴവും വീതി 50 മുഴവും ആയിരിക്കണം. അതിനു ചുറ്റും 5 മുഴം ഉയരത്തിൽ നേർമയായി നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾക്ക് ഓടുകൊണ്ടുള്ള പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും കൂടാരത്തിന്റെയും അങ്കണത്തിന്റെയും മറകൾക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരിക്കണം. വിളക്ക് എപ്പോഴും കത്തി നിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരാൻ ഇസ്രായേൽക്കാരോട് പറയണം. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് വെളിയിൽ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുൻപിൽ കത്തി നിൽക്കാൻ അഹറോനും അവന്റെ പുത്രന്മാരും ശ്രദ്ധിക്കട്ടെ. ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വതമായ നിയമമാണിത്. പുറപ്പാട് അധ്യായം 28. പുരോഹിത വസ്ത്രങ്ങൾ. പുരോഹിതന്മാരായ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലിയാസർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് വിളിക്കുക. നിന്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക. അഹ്റോനെ എന്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക. ഇവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ്: ഉരസ്ത്രാണം, എഫോദ്, നീലയങ്കി, ചിത്രത്തയ്യലുള്ള അങ്കി, തലപ്പാവ്, അരപ്പട്ട. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം.
സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോദ് നിർമ്മിക്കണം. അതിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ 2 തോൾവാറുകൾ പിടിപ്പിക്കണം. എഫോദ് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടും ചുമപ്പ് നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം. 2 വൈഡൂര്യ കല്ലുകൾ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ പ്രായക്രമത്തിൽ ഓരോ കല്ലിലും 6 പേരുകൾ വീതം കൊത്തുക. രത്നശില്പി മുദ്ര കൊത്തുന്നത് പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം. കല്ലുകൾ സ്വർണ്ണത്തകിടിൽ പതിക്കണം. ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക ശിലകളായി അവ എഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൻ തന്റെ 2 തോളുകളിലും വഹിക്കട്ടെ. രത്നം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക. തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത 2 തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ്ണത്തകിടുകളുമായി യോജിപ്പിക്കുക. ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം. അത് എഫോദ് എന്ന പോലെ സ്വർണ്ണനൂൽ, നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ, നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സമചതുരത്തിൽ മടക്കുള്ളതായിരിക്കണം. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും വേണം. അതിനുമേൽ 4 നിര രത്നങ്ങൾ പതിക്കണം. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. രത്നങ്ങളെല്ലാം സ്വർണ്ണത്തകിടിലാണ് പതിക്കേണ്ടത്. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരിക്കണം. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കുത്തിയിരിക്കണം. ഒരു സ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം. സ്വർണം കൊണ്ട് 2 വളയങ്ങൾ നിർമ്മിച്ച് ഒരു സ്ത്രാണത്തിന്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഒരു സ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിലൂടെ 2 സ്വർണ്ണ തുടലുകൾ ഇടണം. തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ്ണത്തകിടുകൾ ഘടിപ്പിച്ച് എഫോദിന്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിപ്പിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ പണിത് അവ ഒരു സ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ സ്വർണ്ണ നൂലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടിക്ക് മുകളിലായി ബന്ധിക്കണം. ഒരു സ്ത്രാണത്തിന്റെയും എഫോദിന്റെയും വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിക്കണം. അപ്പോൾ ഒരു സ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല. അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഒരു സ്ത്രാണം ധരിക്കണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും. ന്യായവിധിയുടെ ഒരു സ്ത്രാണത്തിൽ ഉറിയും, തുമ്മിയും എന്നിവ നിക്ഷേപിക്കുക. അഹ്റോൻ കർത്താവിന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ അഹ്റോൻ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ. എഫോദിന്റെ നീല അങ്കി നീല നിറമായിരിക്കണം. തല കടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളത് പോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം. നീല അങ്കിയുടെ വിളിമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം. അവയ്ക്കിടയിൽ സ്വർണ്ണമണികൾ ബന്ധിക്കണം. ഒന്നിടവിട്ടായിരിക്കണം സ്വർണ്ണമണികളും മാതള നാരങ്ങകളും തുന്നിച്ചേർക്കുന്നത്. അഹ്റോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതു ധരിക്കണം. അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ മരിക്കും. തനി സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക. ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം. അഹ്റോൻ അത് നെറ്റിയിൽ ധരിക്കണം. അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ. കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കിയുണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം. നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലങ്കൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം. ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും നീ അണിയിക്കുക. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക.
അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അര മുതൽ തുട വരെ എത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം. അഹ്റോനും പുരോഹിതന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം. അല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും. ഇത് അഹ്റോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്. പുറപ്പാട് അധ്യായം 29. അഭിഷേകക്രമം. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടത് ഇതാണ്: ഒരു കാളക്കുട്ടിയെയും ഊനമുറ്റ 2 മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക. ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കണം. അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടും അപ്പം കൊണ്ടുവരിക. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക. അങ്കി, എഫോദിന്റെ നീല അങ്കി, എഫോദ്, ഉരസ്രാണം, എഫോദിന്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹ്റോനെ അണിയിക്കണം. അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിന്മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം. അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേചിക്കുക. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക. നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം. ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കണം. കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്ന് കുറെയെടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കുകളും അവയിലുള്ള മേധസ്സും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇത് പാപപരിഹാര ബലിയാണ്. മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ. അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റുമൊഴിക്കണം. അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം. ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം. അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോന്റെയും പുത്രന്മാരുടെയും വലത് ചെവിയുടെ അഗ്രത്തിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിന്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും വേണം. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതിനുശേഷം നീ മുട്ടാടിന്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കുകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറകും എടുക്കണം. കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ്. കർത്താവിന്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം. ഇവയെല്ലാം അഹ്റോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹന ബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. അഹ്റോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുക. ഇത് നിന്റെ ഓഹരിയായിരിക്കും. അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും കുറുകും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത്. ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും. അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചുകൊണ്ടായിരിക്കണം. അവന്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവന്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ 7 ദിവസം അത് ധരിക്കണം. അഭിഷേകത്തിന് അർപ്പിക്കപ്പെടുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം. മുട്ടാടിന്റെ മാംസം കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് വെച്ച് ഭക്ഷിക്കണം. തങ്ങളുടെ അഭിഷേകത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ. അവ വിശുദ്ധമാകിയാൽ അന്യർ ഭക്ഷിക്കരുത്.
അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം. അത് വിശുദ്ധമാകിയാൽ ഭക്ഷിക്കരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് പോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക. അവരുടെ അഭിഷേകകർമ്മം 7 ദിവസം നീണ്ടു നിൽക്കണം. പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം. ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കപ്പെടും. അനന്തരം അതിനെ അഭിഷേകിച്ച് വിശുദ്ധീകരിക്കുക. 7 ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക. അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. അനുദിന ബലികൾ. ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ്: 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം. ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത്. ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 4-1 ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച 10-1 എഫാ മാവും പാനീയ ബലിയായി 4-1 ഹിൻ വീഞ്ഞും സമർപ്പിക്കണം. പ്രഭാതത്തിൽ എന്ന പോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയ ബലിയോടും ഒത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത്. അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും. എന്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും. അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവരറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. പുറപ്പാട് അധ്യായം 30. ധൂപപീഠം. ധൂപാർപ്പണത്തിനായി കരിവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികു പാളി പിടിപ്പിക്കണം. അതിന് കീഴെ 2 മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം. മറുവശത്തും ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകൾ ഇടുന്നതിനാണ്. തണ്ടുകൾ കരിവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിന്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹ്റോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പൂയിക്കണം. സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പൂയിക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിന്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടക്കണം. അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിന്റെ കൊമ്പുകളിൽ പരിഹാര കർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1/2 ഷെക്കേൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. 1 ഷെക്കേൽ 20 ഗേര. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന 20 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ 1/2 ഷെക്കേൽ മാത്രമേ നൽകാവൂ. ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിന് ഉതകം വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: ഓടുകൊണ്ട് ഒരു ഷാൽനപാത്രം നിർമ്മിക്കണം. അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം. അതിൽ വെള്ളം ഒഴിക്കണം. അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണിത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ്. അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന. അഭിഷേക തൈലം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു: മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കേലിന്റെ കണക്കനുസരിച്ച് 500 ഷെക്കേൽ ശുദ്ധമായ മെറിയും
250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കൽ സുഗന്ധ സസ്യവും 500 ഷെക്കൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും ശാലനപാത്രവും അതിന്റെ പീഠവും നീ അഭിഷേചിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലമുണ്ടാക്കുകയും അരുത്. ഇത് വിശുദ്ധമാണ്. നീ ഇതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കിയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ദേവദാരു തൈലം, നറുംപശ, ഗുൽഗുലു, കുന്തിരിക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധതൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക. അതിൽ നിന്ന് കുറെയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ വയ്ക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം. പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം.